ലിമിറ്റേഷൻസ് ഓഫ് ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ് ആണ്. ഫസ്റ്റ് വരുന്ന ലിമിറ്റേഷൻ ലിമിറ്റഡ് റിസോഴ്സസ് തന്നെയാണ്. ഇവിടെ ഇവരുടെ ആൻസിസ്റ്റർ പ്രോപ്പർട്ടിയാണ് ഇവർ ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. സോ എക്സ്പാൻഷനോ ഗ്രോത്തിനോ ഒക്കെ തന്നെ കുറച്ച് ലിമിറ്റേഷൻസ് വരുന്നുണ്ട്. അടുത്തത് എന്താ? അൺലിമിറ്റഡ് ലയബിലിറ്റി ഓഫ് കർത്ത. കർത്തയുടെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ്, ബാക്കിയുള്ളവരുടെ ലയബിലിറ്റി ലിമിറ്റഡ് ആണ്. ഇനി നെക്സ്റ്റ് പറയുന്നത് എന്താ? ഡോമിനൻസ് ഓഫ് കർത്ത. ഇവിടെ കർത്തയാണ് എന്ത് ചെയ്യുന്നത്? ഡിസിഷൻസ് ഒക്കെ തന്നെ എടുക്കുന്നത്. മറ്റാർക്കും അദ്ദേഹത്തിന് ഉള്ള ഈ ഒരു റൈറ്റിനെ എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, വയലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. സോ ബാക്കിയുള്ള ആളുകൾക്കൊക്കെ ചിലപ്പോൾ ഇതിനോട് യോജിപ്പ് ഉണ്ടായിക്കൊള്ളുന്നില്ല കർത്ത എടുത്ത ഡിസിഷനോട്. സോ അവിടെ എന്തുണ്ടാവാൻ ചാൻസ് ഉണ്ട്? കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പിന്നെ നെക്സ്റ്റ് പറയുന്നത് എന്താ? ലിമിറ്റഡ് മാനേജറിയൽ സ്കിൽസ് ആണ്. ഇവിടെ എന്താണ്? നമുക്ക് കർത്ത എന്നുള്ള ഒരൊറ്റ വ്യക്തിയാണ് എന്ത് ചെയ്യുന്നത്? ബിസിനസ്സിന് ഡിസിഷൻസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. പല മാനേജ്മെൻറ്റിൻ്റെ പല ഏരിയസും അദ്ദേഹത്തിന് അറിവുണ്ടായിക്കൊള്ളുന്നില്ല. കർത്തയുടെ ഡിസിഷന് പുറത്താണ്. ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും നിലകൊള്ളുന്നത് എന്താണ്? കർത്തയുടെ ഡിസിഷന് പുറത്താണ്. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മാനേജ്മെൻറ്റിൽ കുറേ കൂടെ അറിവില്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ ലിമിറ്റഡ് മാനേജീരിയൽ സ്കിൽസ് എന്ന് പറയുന്നത് ഒരു ഡിമെറിറ്റ് ആണ്.